ഭക്ഷണത്തിനും ചികിത്സയ്ക്കും പണമില്ലാതെ ബ്രഹ്മഗിരി നിക്ഷേപക പുൽപ്പള്ളി സ്വദേശി ആൻസി ദുരിതത്തിൽ. നിലവിൽ അവരുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ചോദിച്ചറിയാം. ഞാൻ 41 ലക്ഷം രൂപ ബാങ്കിൽ ബ്രഹ്മഗിരിയിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് എനിക്ക് ഭക്ഷണത്തിന് പോലും ഇല്ലാതെ ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തിയിട്ടുണ്ട്. ട്രീറ്റ്മെൻറ്റിന് പൈസ ഇല്ലാതെ ഹോസ്പിറ്റലിൽ നിന്ന് ഇവൻ ഡിസ്ചാർജ് ആകണമെങ്കിലും ഏത് വിധത്തിലാണേലും ഹോസ്പിറ്റലിൽ ക്യൂറായിട്ടാണേലും അല്ലെങ്കിൽ ഒരു വാർഡ് കണ്ടീഷനിലാണേലും പുറത്തിറങ്ങണമെങ്കിൽ പൈസ വേണമല്ലോ. അതിന് പോലുമുള്ള പൈസ പോലും ഇല്ല. ഇപ്പോൾ ഈ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്ത് പോലുമുള്ള ഫുഡിനുള്ള പൈസ പോലും എനിക്കില്ല. ഞാൻ മിക്കപ്പോഴും തന്നെ രോഗിയായിട്ട് കിടക്കുന്ന ആൾക്കൊരു സാധനം മേടിച്ച് കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ആ പുള്ളിക്ക് മാത്രം മേടിച്ച് കൊടുത്തിട്ട് ഞാനിങ്ങനെ എൻ്റെയൊക്കെ കാര്യമല്ലേ എനിക്ക് വേണ്ടാന്ന് ഒഴിവാക്കാൻ പറ്റുള്ളൂ. അതിന് പോലും ഇല്ലാതെ ഞാൻ കഷ്ടപ്പെടുക. എൻ്റെ ഫുഡിൻ്റെ പോലും പൈസ ഞാൻ അതിൽ കൂടുതൽ എന്നെ ഇപ്പം നിങ്ങളോട് പറയേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. എത്ര ലക്ഷം രൂപയായിരുന്നു 41 ലക്ഷം രൂപ നിക്ഷേപിച്ച ഞാനാണ് ഇപ്പം 41 പൈസയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ മുമ്പിൽ കെഞ്ചുവാണ്, ധർമ്മക്കാരെക്കാളും കടയായിട്ട്. ഞാൻ എത്രയോ പ്രാവശ്യം 100 ദിവസം ഒരു പ്രാവശ്യം ഒരു 100 പ്രാവശ്യമെങ്കിലും ബ്രഹ്മഗിരിയുടെ അതോറിറ്റീനെ എല്ലാവരെയും വിളിക്കുന്നുണ്ട്. ആരും ആൻസർ ചെയ്യുന്നുമില്ല. അല്ലെങ്കിൽ തിരിച്ചെങ്കിലും വിളിക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഒരാൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത്രയും പ്രാവശ്യം കോൾ ചെയ്യുന്നതെന്ന് അതുപോലും അവർ നോക്കിയിട്ടില്ല. അത് ഞാൻ എന്നിട്ട് ഇന്നലെ ഏഷ്യാനെറ്റ് ന്യൂസിന് ഇത് കൊടുത്തു. അപ്പോൾ ഞാൻ ഓർത്ത് അങ്ങനെയെങ്കിലും അവരുടെ മുമ്പിൽ എത്തിയാൽ അവർ തിരിച്ചു വിളിക്കുമെന്ന്. എന്നിട്ടും അവരാരും തിരിച്ചു വിളിച്ചിട്ടില്ല. പല പ്രാവശ്യം അവരുടെ അടുത്ത് ചെന്നിട്ടുണ്ട്. കഴിഞ്ഞ ഇലക്ഷൻ്റെ തലേ ദിവസം ഞാൻ അവരെ അവിടെ പോയി രാവിലെ മുതൽ വൈകുന്നവരെ ഇരുന്നതാണ്. അവർ പറയണ ചർച്ച ചെയ്തിട്ട് തരേണ്ട കാര്യമാണ്. ഞാൻ അവരുടെ ഡെപ്പോസിറ്റ് ചെയ്ത പൈസയല്ലേ ഇത്. എന്നിട്ട് അവർ ഒരു 1 by 1 ആയിട്ട് അവിടെയുള്ള ഓഫീസിലുള്ള ഓരോരുത്തരും ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അവസാനം 2 സ്ത്രീകൾ മാത്രമായി. അവരാണെങ്കിൽ ജനലൊക്കെ അടച്ചു തുടങ്ങി. എന്നിട്ട് അവരിങ്ങനെ വെറുതെ നോക്കിയിരിക്കും. അവസാനം ഞാൻ പുറത്തൊരാളെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ഇനി ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല, അവർ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു. കാരണം രാവിലെ മുതൽ വൈകുന്നവരെ അവിടെ പോയിരുന്ന അതൊന്നും അവർ ചെയ്തില്ല. അവർ കൈ ഒഴുകുകയാണ് ചെയ്തിട്ടുള്ളത്. പൈസ നേതാക്കന്മാരോട് ചോദിച്ചിരുന്നോ? എല്ലാവരോടും ചോദിച്ചതാണ്. ഞാൻ CEO ചോദിച്ചു, ചെയർമാനോട് പറഞ്ഞു. പിന്നെ അന്ന് ഞങ്ങൾക്കിവിടെ മീറ്റിംഗ് വെച്ചായിരുന്നു ഇങ്ങനെ ഡെപ്പോസിറ്റേഴ്സിൻ്റെ. ആ സമയത്ത് വന്നതാണ് ജില്ലാ സെക്രട്ടറി ഒക്കെ അവിടെ വന്നതാണ്. അന്ന് അയാൾ ഇത് ഏറ്റെടുത്തു എന്ന് വരെ പറഞ്ഞതാണ്. ഏറ്റെടുത്തു എന്ന് പറഞ്ഞിട്ടും ഒന്നും നടക്കാത്തതുകൊണ്ട് പിന്നീട് ഞാൻ അയാളെ ഓഫീസിൽ നേരിട്ട് പോയി കണ്ടു, സംസാരിച്ചു. അന്നേരമൊക്കെ അയാൾ ഇടപെട്ടോളാം, മേടിച്ച് തരാമെന്ന് പറഞ്ഞതാണ്. എന്നിട്ട് അന്നൊക്കെ ഫോൺ എടുക്കുമായിരുന്നു. ഇപ്പോൾ അദ്ദേഹവും ഫോൺ എടുക്കാറില്ല.